ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ദേ രാവിലെ തന്നെ ബിനീഷ എന്തൊക്കെയോ പരിപാടി ഫോണിലുണ്ട് കേട്ടാ. ഫോണിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടിരിക്കണ്. അപ്പം അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണേ. ഭയങ്കര തിരക്കില്ല. പിന്നെ ഇന്ന് ബിനീഷ സ്പെഷ്യൽ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾക്കിത് സ്പെഷ്യൽ അല്ല, ഇഷ്ടവും അതുപോലെ തന്നെ ബ്രെഡാണ്. സാധാരണ അപ്പോഴൊക്കെയാണ് ബ്രെഡാണ്. ഇന്നിപ്പോൾ നല്ല ബീഫ് ഇഷ്ടമാണ് ഉണ്ടാക്കിയേക്കണം കേട്ടാ. പിന്നെ അതേപോലെ തന്നെ രാവിലെ ഞാൻ ക്യാമ്പിന് പോയിട്ട് വന്ന് ഇരിക്കണതാണ്. അപ്പോൾ അതേ എനിക്കുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല റമ്മ് പോലെയൊക്കെ ഇരിക്കും. ഇത് നല്ല കാപ്പിപ്പൊടിയിൽ നമ്മുടെ ചുക്ക്, ഏലക്ക, പട്ട, അങ്ങനെ നമ്മുടെ സ്പൈസസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഷുഗർ ഇല്ലാത്ത ഒരു ടീ. നല്ല എനർജി ഡ്രിങ്ക് ആണ്. എനിക്കിത് കുടിക്കുമ്പോൾ അതൊന്നും പഞ്ചസാരയൊന്നും ഇല്ലാത്തോണ്ടേ ചിലവർക്ക് അത് പിടിക്കൂല. നല്ല ആസ്വദിച്ച് അത് കുടിക്കുക. ആസ്വദിച്ച് കുടിക്കണം. എന്നാലാണ് അതിന്റെ ഫീല് ശരിക്കും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഫീലൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഇതെന്താണ് പെട്ടെന്ന് ഇത്രയും കടുപ്പമെന്നൊക്കെ വിചാരിക്കും. പല പല ടേസ്റ്റുകൾ വരും. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ല സ്റ്റൈല് സാധനമാണ്. നല്ല ആ ഒരു ഗ്രാമ്പു, പട്ട, ചുക്ക് ഇതിൻ്റെയൊക്കെ നല്ല ഫ്ലേവറുണ്ട്. വിനീഷ് ഇവിടെ തിരക്കിലാണ്. വിനീഷ് അതിവിടെ രാവിലെ തന്നെ ഉണ്ടാവും ഓരോ മൊബൈലിൽ ഒരു പരിപാടിയൊക്കെ ചെയ്ത് ഇഷ്ടം ബ്രെഡൊക്കെ കഴിക്കാൻ റെഡി ആയിങ്ങനെ. ഇതിനകത്താണെങ്കിൽ ഈ ബ്രെഡ് എനിക്ക് അത്ര വലിയ ഇതല്ല. നമുക്ക് പച്ചറൊട്ടി നല്ല ടേസ്റ്റ് ആയി. ഇന്ന് അവിടെ തുറന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ തുറന്നില്ല. വൈകിട്ട് നോക്കാം. താങ്ക് യു ഗൈസ്. നമ്മുടെ വീട്ടിലത്തെ ജാമ്പക്കയാണ്. ഇവിടുത്തെ ജാമ്പക്കയാണ്. ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ കിടന്നുറങ്ങിയത്. ഇപ്പൊ എഴുന്നേറ്റ് ഞാൻ വിളിക്കാനും നിന്നില്ല. രാവിലെ ക്യാമ്പിനൊക്കെ പോയ കാരണം ആ ഉറക്കം അങ്ങോട്ട് ശരിയാവൂല. കാര്യം ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ എനിക്ക് ജലദോഷം, തുമ്മല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുള്ള ജാമ്പക്ക ഇത് കൊള്ളാം. ഇത് മറിച്ചിടുമ്പോ കയറണോ സ്ഥിരം ചെടിച്ചട്ടി മറിച്ചിടും. ഞാൻ മണ്ണ് വാരി പിന്നെ ഇടും. ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് എനിക്ക് ചട്ടിയിൽ കയ്യിൽ ഇങ്ങനെ ഇതിട്ട് ഇളക്കേണ്ടി വരൂല. നല്ലപോലെ വേര് നല്ലപോലെ ഇളക്കി കൊച്ചു തരുന്നുണ്ട്. ഞാനാണെങ്കിലും മറ്റേ സാന്റപ്പന്റെ വീഡിയോ കണ്ടിട്ടാണ് കിടന്നത്. അത് ഓണാക്കി വെച്ചിട്ട് അപ്പൊ ആമസോൺ ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ട് ആമസോൺ കാർഡിലോട്ടൊക്കെ പോയി. അവന്റെ കൂടെ ഞാനും വണ്ടി കിടക്കണിരുന്നു. അപ്പൊ ഒരു തടിയുടെ കാര്യമൊക്കെ അതിൽ പറയണ്ട. ഒരു മനുഷ്യന്റെ അത്ര ഉള്ള തടിയാണെന്ന്, അതിന്റെ വീതി തന്നെ. അപ്പൊ ഇത് മുറിക്കണ സീനൊക്കെ ഞാൻ കാണുന്നു. ഞാൻ ഞെട്ടി എഴുന്നേറ്റിട്ടാണ് സത്യത്തില്. ഇതിനകത്ത് കുരു ഉണ്ട് കണ്ട. ഈ കുരു നിറയെ ഇത് ഉണ്ടായി കഴിഞ്ഞ് ഇവിടുന്ന് വീണ് കഴിയുമ്പോഴത്തേക്കില്ല താഴെ നിറയെ ഇതിന്റെ തൈകൾ മുളച്ചു. പിന്നെ അത് ഞാൻ പറിച്ചു കളയലാണ് എന്റെ പണി. ഇത് കണ്ട ഈ ചാമ്പൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു കുരുവാണ്. തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഹോള്. ഇങ്ങനത്തെ കുറെ കുരുക്കും ഇങ്ങനെ കളയോട്ടെ. അതെ, ഈ കളയുന്നതാണ് അവിടെ കിടന്ന് മുളച്ചിട്ട് ഞാൻ പിന്നെ പാടുപെട്ട് മഴ വരുമ്പോഴത്തേക്കും മുളച്ചിട്ട്. കുരുവൊന്നുമില്ല ഈ ചാമ്പക്ക്. നല്ല ആപ്പിള് അല്ലെങ്കിൽ കരിമ്പ് അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഒരു കുറിച്ചൊക്കെ അവന് ഓടിച്ച് അവന്റെ കുരുല്ലേ അത് കടിച്ചിരിക്കാണ് ഇഷ്ടം. അതെടുത്തോണ്ട് പോക്കാണ് ഈ പരിപാടി. ഞങ്ങളാണെങ്കിൽ ശരിക്കും തേൻ ഒഴുകിയേക്ക്. എടാ അതല്ലേ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട്. വെള്ളം മധുര വെള്ളത്തിന് ഞാൻ പറഞ്ഞ ഇതൊരു കരിമ്പിന്റെ ടേസ്റ്റ്. ആ ഒരു ഇതാണ്. ഒരുപാട് ഉണ്ടായി കിടപ്പുണ്ട്. കുറെ ആയി വന്നിട്ട് ഒരുപാട് ഉണ്ടായി കിടക്കുന്നു. ഞാനിപ്പം പറഞ്ഞില്ല ഡയറ്റും കാര്യങ്ങളൊക്കെ കാരണം ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ചില നേരമൊക്കെ കഴിക്കോട്ടെ. വായിക്കും മധുരം വേണമല്ലോ, പഞ്ചസാര ഇല്ലടാ പുഴുവൊന്നുമില്ലടാ. ഞാൻ ഇന്നലേക്ക് അതാരോ പറഞ്ഞു ഒരു പ്രാവശ്യം ഇതാക്കിയിട്ട് പിന്നെ മേരിയമ്മയുടെ ഉള്ളിൽ. പക്ഷെ എനിക്ക് വെള്ളം ഒഴിക്കാതെ നിൽക്കുമ്പോഴാണ് ഈ പുഴുക്കളൊക്കെ വന്നേന്ന് തോന്നുന്നു. പക്ഷെ നമ്മള് വെള്ളം ഡെയിലി ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ പുഴുവും കാര്യങ്ങളൊന്നും വന്നില്ല. അതിനാവശ്യമുള്ള പ്രോട്ടീനും ജലാംശവും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ പുഴുക്കള് വരൂല. അങ്ങനെ ഇനി ഭക്ഷണം കഴിക്കണം, വീഡിയോസ് എടുക്കണം. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ പറയുക, ഈ ബുള്ളറ്റ് വെച്ചിട്ടൊരു വീഡിയോ എടുത്താലോ. ബുള്ളറ്റ് വെയിലെത്തിക്കണം. നിന്നെ ഞാൻ ഈ സ്നേഹത്തോടെ വാരിപ്പുണർന്ന് നേരെ ബുള്ളറ്റിൽ കൊണ്ട് നോക്കുമ്പോൾ ഇരിക്കാൻ പറ്റില്ല, തന്തി കൊള്ളൂല. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എടുത്താൽ ഇങ്ങനെ ആലോചിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്.
റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ ആലോചിച്ചിരിക്കണം. മണി 2 കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കണം. എനിക്കുള്ള ഫുഡ് ഞാൻ തന്നെ കുക്ക് ചെയ്തെടുക്കും. പിന്നെ കറികൾ ഇയാൾ വെച്ചിട്ടുണ്ടോ, ചോറും കറിയൊക്കെ. അതിലെ കറിയൊക്കെ മീനൊക്കെ ഞാൻ എടുക്കും. പ്രോട്ടീനൊക്കെ ഞാൻ കുറച്ചടിച്ച് പറ്റും. അതാണ് ഇപ്പം ഉള്ള നിലവിലുള്ള പരിപാടി. ഇന്ന് വൈകിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് ആലോചിക്കുന്നുണ്ട്. മലയാറ്റൂർ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറേ നാളെ യാത്ര ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം. ഇനി പോകണമെങ്കിൽ എപ്പോഴും അമ്മച്ചീനെയും കൊണ്ടുപോകണം. അമ്മച്ചി ഇല്ലെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോവുള്ളൂ. കുറച്ച് നാളായി പോകണമെന്ന് പറഞ്ഞു. അമ്മച്ചിക്കും പോകണമെന്ന് പറയാനുണ്ട് അമ്മച്ചി. അപ്പം എന്തായാലും കൊണ്ടുപോകണം ഒരു പ്ലാൻ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കണേ എവിടെയെങ്കിലൊക്കെ ആയിട്ടൊക്കെ പോകണം. സെറ്റാണ്, ഫണ്ട് സെറ്റാണ് ഉള്ള കാര്യം പറയാലോ. നമ്മൾ ഫ്രീ ആകുകയും ഫണ്ട് സെറ്റാണ്, നമ്മൾ ഫ്രീ ആണ്. നമ്മുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ സമ്മർ ക്യാമ്പ് തുടങ്ങിയതുകൊണ്ട് ഒന്നരാടം വെച്ച് ക്ലാസ് അതിന് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 ദിവസങ്ങളിൽ നിൽക്കാതെ പോരാൻ പറ്റില്ല. അപ്പോൾ മനസ്സൊന്ന് ഫ്രീ ആക്കണം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഒരു വാഗമൺ വാഗമണ്ണാണ് ഉദ്ദേശം. വാഗമൺ ഇപ്പം അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് വാഗമൺ വിട്ട് അല്ലേ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ റെഡിയായി. ബിനീഷൊക്കെയാണെങ്കിൽ നല്ല മീൻ വറുത്തതുണ്ട്. അതുപോലെ തന്നെ നല്ല മീൻ പുളിയിട്ട് ചെമ്മീപ്പുളി, ഇരുമ്പംപുളി, ചെമ്മീപ്പുളി എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീപ്പുളി എന്നാണ് പറയുന്നത്. ഇവിടെ തൃശ്ശൂർ ഇരുമ്പംപുളി എന്നാട്ടി പറയുന്നത്. ഇതിൽ അവിടെ അലക്കിയിട്ടിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കണുണ്ട്. ഇനി അത് വൈകുന്നേരം എടുത്ത് മടക്കണം. അപ്പോൾ അതെ എനിക്കുള്ളത് ഇതാണ്ടത് എഗ്ഗും അതുപോലെ തന്നെ ഫിഷ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ. 2 പൈനാപ്പിൾ ഞാൻ മാന്തും. 2 നാളിനടുത്തു അത്രയും എടുക്കാം. പിന്നെ ഇതിനകത്ത് മീൻകറി എനിക്ക് തന്നെ ഈ ഞാനും മാന്തും. മീൻകറി ഇനിയും ഇരിപ്പുണ്ട്. അപ്പം ഇത് ഇന്നലെ വെച്ചതാണ് കേട്ടോ മീൻകറിയൊക്കെ. ഇന്നലെ വെച്ചതാണ്. അപ്പം അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാവിലെ ഞാൻ ഇഷ്ടു വെച്ചല്ലോ. അതുകൊണ്ട് രാവിലെ ഇഷ്ടു വെച്ചോണ്ടാണ് പിന്നെ ഉച്ചത്തേക്ക് പണിയൊന്നും റെസ്റ്റ് അങ്ങനെ എടുത്ത് പണിയൊക്കെ കഴിഞ്ഞാൽ ബിനീഷ് ഓൾറെഡി റെസ്റ്റിലായിട്ടാ. പിന്നെ ഇന്ന് രാത്രിയാണെങ്കിൽ ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി ഫുഡ് കഴിക്കാന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. വൈകുന്നേരം നമ്മൾ സ്ഥലം വരെ പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. എന്താ നടക്കോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന പോലെ ഇരിക്കും എല്ലാ സംഭവങ്ങളും. ഒന്നും ഉറപ്പല്ല. എങ്ങനെയാണ് എങ്ങോട്ടാണ് പോണതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരു സ്ഥലം വരെ പോകാന്നുണ്ട്. ഏതോ സ്ഥലമൊന്നും ഇതുവരെ എന്നോടും പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. ഒന്ന് പുറത്തോട്ട് പോണേട്ടാ. വേറെ ഒന്നുമല്ല, ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അങ്ങനെ ബിനീഷക്ക് അടുത്ത ഡ്രസ്സും വന്നിട്ടുണ്ടാവും. ഡ്രസ്സായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. ഡ്രസ്സല്ല, വേറൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടാ. അതിനെ പോയി ഞങ്ങൾ അന്നമ്മനയുടെ അല്ലേ DTDC പോയി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു പുതപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടല്ലോ. കാണിച്ചു നോക്കാലോ. അത് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോഴേ നോക്കി ചൂടായതുകൊണ്ട് വെള്ളം കുടിക്കുന്ന നോക്കി. അപ്പൊ പോണ സമയത്ത് ഇവരെ കെട്ടിയിടണം. അതാരണം ദേഷ്യപ്പെട്ടിരിക്കുന്ന ആൾ കെട്ടിയിട്ടില്ല. അതായത് എല്ലാവർക്കും വാങ്ങാൻ പറ്റും അഫോർഡബിൾ പ്രൈസിൽ വെറും 350 രൂപ താഴെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ വേണ്ടി പറ്റും. ഞാൻ അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റൂലെന്ന് തോന്നുന്നു. നോക്കട്ടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തു വെക്കാം. കൊറിയർ മേടിച്ചോണ്ട് ഐറ്റം വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഇതാണല്ലോ, അത്യാവശ്യം വലിയ പാക്കറ്റാണല്ലോ. അതെ നമ്മുടെ DTDC അന്നമനട അവിടെ നോക്കാം. ഇനി ഇവിടെ ഞങ്ങൾ നേരെ പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ. എന്നെ കാണാമല്ലോ മിററിൽ കൂടി. അപ്പൊ വൈകുന്നേരം പിച്ചായി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ നടന്ന്. അതിലൊന്നാണ് ഈ ചക്ക അല്ലേ ചെയ്. ഈ ചക്ക പിന്നെ അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു കരിക്ക് ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയതാണ് അല്ലേ. ഞങ്ങൾക്ക് മാത്രമല്ല കരിക്ക് കിട്ടിയിട്ടുണ്ട്. ചക്ക ഒഴിച്ച് കരിക്കുന്നുണ്ട്. ചക്ക ചിലപ്പോൾ ട്രീസ് ചെയ്തിട്ടുണ്ടാവും. ചക്ക തന്നെ നമ്മുടെ മറിയാം ചേച്ചി കണ്ടാ. മറിയാം ചേച്ചി കൊണ്ടുവന്ന് ചക്കയും തന്ന്, ഒരു കരിക്കിൻ്റെ ഒരു ഇതും തന്ന്, പിന്നെ അതുപോലെ ട്രീസ ചേച്ചി തന്ന്, 2 കരിക്ക് ട്രീസ ചേച്ചി തന്ന്. ഈ കരിക്കൊക്കെ വന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് ബാക്കിൽ മറ്റേ പള്ളിയുടെ സ്ഥലമുണ്ട്. അവിടെ ഓഡിറ്റോറിയം പണിയാൻ പണിയും. അപ്പം തെങ്ങും അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇന്ന് എല്ലാം വെട്ടി മറിച്ചിട്ട് അപ്പം കരിക്ക് ഓല ഇതെല്ലാം എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഓല കുറച്ച് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ 2-3 ഓല എനിക്ക് നാളെ എന്തായാലും എടുക്കണം കേട്ടോ ചെയ്. ചൂലെടുക്കാൻ മാത്രമല്ല, മേളിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മറ്റേ മത്തങ്ങ പിടിച്ചത്. അപ്പം അത് നമ്മൾ താഴെ വിരിച്ചിട്ട് കൊടുക്കണം.
ഇല്ലെങ്കിൽ എന്ത് പറ്റും അറിയാമോ? അതിന്റെ തണ്ട് വാടിപ്പോ വെയിലല്ലേ ഇപ്പൊ, അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോ പിടിക്കൂല. അതെ, മത്തങ്ങ ചിലപ്പോ ഭയങ്കര ബുദ്ധിയാ. അപ്പൊ ആ ചൂട് കിട്ടൂലല്ലോ, അതിനകത്ത് മേളിൽ ഇങ്ങനെ പിടിച്ചു പോക്കോളും. പിന്നെ മഴ വരുമ്പോഴായാലും അതിന്റെ മേളിൽ ഇങ്ങനെ കിടിച്ചോളും കിടന്നോളും. അതിന്റെ ഇടക്ക് ഞാൻ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അറിഞ്ഞോ അപ്പുറത്ത് തേങ്ങ വീണ് കരിക്ക് വീണ് വെട്ടി ഇതൊന്നും അറിഞ്ഞില്ല. നമുക്കിപ്പൊ പോണ്ട, ഇപ്പൊ പോയി ശരിയാവില്ല, പാപ്പുണ്ടാവും. അത് നമുക്ക് നാളെ പോയി നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായാലും നല്ല അടിപൊളി ചക്ക, ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്, നല്ല കളറും ഉണ്ട് കേട്ടോ. അല്ലത് ഇപ്പൊ കൊറേ നാൾക്ക് ശേഷം ചക്ക കിട്ടിയത് ഇല്ലേ? ഇല്ലേ, കൊറേ നാൾക്ക് ശേഷം ഇപ്പൊ ചക്ക കിട്ടിയത്. കൊറേ നാളെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞ ആഴ്ച ഇടാൻ പറഞ്ഞപ്പോ ആയിട്ടുണ്ടായിരുന്നില്ല ചക്ക. പിന്നെ ചക്ക കുറച്ച് പേരൊക്കെ ഇതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ ചക്ക ചോദിച്ച് വിളിക്കണത് അല്ലേ? കൊതിപ്പിക്കലേടാ, ഒന്നതാടാ. അതെ, നല്ല കൊള്ളാട്ടാ, നല്ലതാ. അപ്പൊ വാട്ടിയാമ്മ ചേച്ചിക്ക് ടാങ്കും, ചേച്ചിക്ക് ടാങ്കും. അതായത് നോക്കിയാൽ തണുത്തിട്ട് ഒരാൾ മൂടി പൊതിച്ച് കിടക്കണ കേട്ടാ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇത്തിരി ഹെവി ഫുഡായിരുന്നു. ബ്രെഡും ഇഷ്ടവും, അതുപോലെ കരിക്കുണ്ടായിരുന്നു, കരിക്ക് വെള്ളം ഉണ്ടായി, പിന്നെ ചക്ക ഉണ്ടായി, ക്യാരറ്റ് ജ്യൂസ് മധുരമില്ലാത്ത ക്യാരറ്റ് ജ്യൂസ് ഉണ്ടായിട്ടാ. അങ്ങനെ ഇന്നത്തെ ഫുഡ് ഇത്തിരി ഹെവി ആയി പോയി. സാധാരണ ഇത്രയും കഴിക്കാറില്ലല്ലോ. രണ്ട് മുട്ട എന്തെങ്കിലും പുൾസ് അടിക്കും, പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും സൈഡിൽ വെക്കും. ബിനീഷയുടെ പുതിയ പുതപ്പുണ്ട ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു പുതപ്പിന്റെ നല്ല കട്ടിയൊക്കെയുള്ള നല്ല അടിപൊളി പുതപ്പാണ്. പിന്നെ അതുമല്ല ഫോണൊന്നും അപ്ഡേറ്റ് ചെയ്യണ്ട. അപ്പൊ ആ സമയമായപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കും ഒന്നും പറ്റിയില്ല. ചക്ക മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ചോറെടുത്തു അല്ലെ, കുറച്ച് കഴിയുമ്പോൾ ചോറെടുത്ത വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ ടൈമിൽ ചായ അപ്ഡേഷൻ ചെയ്ത് വെച്ചേച്ച്. പിന്നെ ഇയാളുടെ ഫോണിൽ എടുക്കാൻ ഇയാളുടെ ഫോണിൽ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയി പോകും. അതായത് രണ്ട് ക്ലാരിറ്റി തമ്മിൽ രണ്ട് വ്യത്യാസം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ അതെടുക്കാൻ പറ്റിയില്ല. അപ്പൊ പെട്ടെന്ന് ഫോൺ ഇപ്പൊ ഓണായുള്ളൂ. സത്യത്തിൽ കുറെ ടൈം എടുത്ത് ഫോൺ അപ്ഡേറ്റ് ആകാനായിട്ട്. അങ്ങനെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫോൺ ഒത്തിരി രസമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡിഫറെന്റ് തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഇതുള്ളു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അതേ നല്ല ഉറക്കം പറ്റിട്ട് ഞാൻ അടുക്കളയിൽ കുറച്ച് പണി കൂടുതലുണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ റോണോനെ തീറ്റിക്കാന്നുള്ളത് ഏറ്റവും വലിയ ചടങ്ങാണ്, ടാസ്ക് ആണ്, ഞങ്ങളുടെ ഡെയിലി ടാസ്ക് ആണത്. അപ്പൊ അത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇഷ്ടം വെച്ച് എന്റെ വലിയ പാത്രങ്ങളില്ലേ, ആ പാത്രങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ കഴുകി ഇങ്ങനെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനി തലയൊക്കെ മാതി കൊടുത്ത് കൊച്ചിനെ കിടത്തി അതിങ്ങനെ കിടക്കുള്ളൂ. ഇങ്ങനെ മാന്തി ഇങ്ങനെ കിടത്തി ഉറക്കും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്ഥിരം പരിപാടി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നവർ ബൈ.